ഞാനിത് ആഗ്രയിലെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഗ്വാളിയറിലേക്ക് പോവാണ്. ഇവിടെയാണ് റൂം എടുത്തിരുന്നത്. അതിൻ്റെ മുൻവശത്തെ അവസ്ഥയാണിത്. വൃത്തിയുടെ കാര്യത്തിലൊന്നും നോക്കാനില്ല. ഇന്നലെ ഭക്ഷണം പോലും രാത്രി കഴിച്ചില്ല. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ഹോട്ടലിലത്തെ അവസ്ഥ കണ്ട് തന്നെ അതിലേക്ക് വയ്യ. കാരണം തമ്മിൽ ഭേദപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് കരുതിയിട്ടാണ് ഉച്ചയ്ക്ക് ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചത്. അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഇരിക്കേണ്ടിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ വേഷം കുഴപ്പമില്ല, അവിടെ വൃത്തിയുണ്ട്. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് റൈസും ചപ്പാത്തി ആയിരുന്നു. ഭക്ഷണം കഴിഞ്ഞാൽ പാത്രം കാണുമ്പോൾ പാത്രത്തിന് അരികിലൊക്കെ എത്രയോ മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ മായാതെ അങ്ങനെ കട്ട പിടിച്ചെടുക്കുക അരികിലൊക്കെ. ഞാനതവരെ കാണിച്ചപ്പോൾ അവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അതിൽ അത് സ്ഥിരം കഴിച്ചാണ്. അങ്ങനെ ഇന്നലെ രാത്രി കുറച്ച് പഴം വാങ്ങിയതാണ് കഴിച്ചത്. ചെളിയുണ്ടില്ലേ, അതൊക്കെ സ്ഥിരം കഴിച്ചാണ്. ഇവിടുന്ന് ഗ്വാളിയറിലേക്ക് അധികം വരുന്നില്ല. 150-160 കിലോമീറ്റർ ഉള്ളൂ. Gwalior, 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 Gwalior. ग्वालियर आपको इधर से Right. ये रूट जो है ना कपरा जाना पड़ेगा. Okay, okay, thanks. मूर्ति लगी हुई है बड़ी सी. Oh. लेफ्ट. Okay. 4 കിലോമീറ്റർ ഞാൻ ലെഫ്റ്റ് പട്ടേക്കാം. Gwalior. മധ്യപ്രദേശിലെ ഗ്വാളിയറിലേക്ക് പോകാൻ ഇവിടുന്ന് യുപിന്ന് നേരെ രാജസ്ഥാൻ്റെ ഒരു ഏരിയയിൽ കൂടെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ നിന്ന് ബോർഡ് കാണിച്ചില്ല. തേൻ്റെ ഗ്വാളിയർ. ശരി, 4 കിലോമീറ്റർ. ഡൽഹിയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു ഏരിയനെ പൊല്യൂഷൻ ബാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലായാലും അതിന് താഴേക്ക് മധ്യപ്രദേശിൻ്റെ ഭാഗങ്ങളായാലും കൊല്ലൂട്ടിലായിട്ട് ഇത്ര രാവിലെ 9:30 മണിയായിട്ട് കോടമഞ്ഞെറിയ പോലെ കാണാൻ കഴിയുന്നില്ല. നല്ല പൊല്യൂഷനാണ്.
ഉത്തർപ്രദേശിൽ നിന്ന് രാജസ്ഥാനിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇപ്പോൾ മധ്യപ്രദേശിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഭേദപ്പെട്ടൊരു വൃത്തിയുള്ളൊരു ഹോട്ടലാണ്. ഹോട്ടലുകളുടെ ചെറിയ തട്ടുകട മതി. ഗോളിയോർ എത്താനായി കിട്ടും. ഗോളിയോർ എത്താൻ ഇനി 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 40 ഇല്ല 35 കിലോമീറ്റർ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി നിന്നൊരു സ്ഥലമാണ്. കുറേ നേരമായിട്ട് സ്ട്രൈറ്റ് ഡ്രൈവ് തന്നെയാണ് പറഞ്ഞത്. അവിടെ വിശ്രമിക്കാമെന്ന് കരുതി നിർത്തിയത്. ഇപ്പോൾ ഗോളിയോറിലെത്തിയിട്ടുണ്ട്. ഗോളിയോറിൽ ഇനി താമസിക്കാൻ പറ്റുന്നുള്ളൊരു മുറി തപ്പിയെടുക്കണം. അതിനുള്ള ഓട്ടത്തിലാണ്. ഇടുങ്ങിയ തെരുവുകളാണ് ഇവിടെ അധികം കാണുന്നത്. ഇതാണ് ഗോളിയോർ. മധ്യപ്രദേശിലെ ഗോളിയോർ കോട്ടയ്ക്കകത്താണ്. വളരെ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു കോട്ടയാണ്. അതായത് 1500 വർഷങ്ങളുടെ പഴക്കം ഈ കോട്ട അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ആരാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നോ എത്ര വർഷത്തെ പഴക്കം ഈ കോട്ടയ്ക്കുണ്ടെന്നോ ആർക്കും വ്യക്തമായി അറിയില്ല. 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന സൂരജ് സെൻ എന്ന രാജാവാണ് നിർമ്മിച്ചതെന്നാണ് ഒരു പ്രാദേശികമായ ഒരു വാദം. ഒരു കുന്നിൻ്റെ മേൽ പണി കഴിപ്പിച്ച വളരെ വിസ്തൃതമായ ഒരു കോട്ടയാണ് ഗോളിയർ ഫോർട്ട്. അങ്ങനെ ഇപ്പോൾ താഴത്തെ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് കുറേ സ്റ്റെപ്പ് മുകളിലേക്ക് കയറാറുണ്ട്. ആ സ്റ്റെപ്പിലാണ് ഈ കാണുന്നത്. ഒരുപാട് രാജാക്കന്മാർ പല കാലങ്ങളിലായിട്ട് കോട്ടയെ കൈവശം വെക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്, മുഗളന്മാരുൾപ്പെടെ. ശരിക്കും ഇവിടെ വീഡിയോ എടുക്കാൻ 400 രൂപയാണ് ചാർജ്. ഞാൻ വീഡിയോഗ്രാഫീൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ ആരും ഇല്ല, അത് കുഴപ്പമില്ല. ഇവിടെ വീഡിയോ എടുക്കാം. കുറച്ച് ആ ഭാഗത്ത് മ്യൂസിയം, അതുപോലെ ചില നല്ല നല്ല ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ കാര്യത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടാവും, ടിക്കറ്റ് കൊടുക്കാൻ പറ്റും. ഗോളിയർ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഒരുപാട് കയറ്റം കയറാണ്ട്. ഇത്രയും ഭാഗം കയറിയിട്ടുണ്ട് അവിടെ. പകുതിയായോ? പകുതി ആയിട്ടില്ല, ഇനിയും കുറേ കയറാണ്ട്. ഇപ്പോൾ കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടോപ്പ് നിന്ന് നോക്കുമ്പോൾ ഗോളിയോർ നഗരം മുഴുവനായിട്ട് കാണാം. ഗോളിയോർ ഫോർട്ടിനകത്തെ കൊട്ടാരമായ മാൻസിംഗ് പാലസാണ് എൻ്റെ പിറകിൽ കാണുന്നത്.
ഗോളിയർ ഫോർട്ടിനകത്തേക്ക് കയറാൻ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. കൂടാതെ മാൻസിംഗ് രാജാവ് പണി കഴിപ്പിച്ച ഈ കൊട്ടാരം കാണണമെന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിലും 25 രൂപയുടെ ടിക്കറ്റ് വേറെ അഡീഷണൽ ആയിട്ട് എടുക്കണം. 1500 മാൻസിംഗ് രാജാവ് ഇങ്ങനെ ഒരു കൊട്ടാരം ഇവിടെ നിർമ്മിക്കുന്നത്. മാൻസിംഗ് പാലസിനകത്തെ ഇരുട്ടറകളാണ് ഈ കാണുന്നത്. കൊട്ടാരത്തിനകത്ത് താഴോട്ടുള്ള കുറേ ഇടുങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഇങ്ങനത്തെ കുറേ ഭാഗങ്ങളെത്താം. അവിടെ ഭയങ്കര നിശബ്ദതയും ഭീകരതയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇരുട്ട് നിറഞ്ഞ ഭാഗത്തുനിന്ന് ഒരു വിശാലമായ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നീല മഞ്ഞ കളറിലുള്ള കുറേ പെയിന്റിങ്സ് കാണാം, ചെറിയ പെയിന്റിങ്സ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ എവിടെ എക്സിറ്റ് എഴുതിയില്ല. ഞാൻ ആ ഇടങ്ങിയ വഴിയിലൂടെ പോയിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി, ആദ്യത്തെ സ്ഥലത്ത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏത് വഴിയാണ് എക്സിറ്റ് എന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല. ഇടുങ്ങിയ ഈ വഴികൾ പല ഇരുട്ടറകളിലേക്കും എത്തുന്നുണ്ട്. ഗോളിയർ ഫോർട്ടിനകത്തെ ബാക്കി കാഴ്ചകളാണ് ഈ കാണുന്നത്.
സ്റ്റെപ്പ് കയറി വരാതെ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഇങ്ങോട്ട് എത്താനാകും. അതോ വഴിയാണ് ഈ കാണുന്നത്. അങ്ങനൊരു വഴിയുള്ള ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇവിടെ പാർക്കിന് വേറെ ഫീ ഉണ്ട്, താഴെ പാർക്കിന് ഫീ ഇല്ല. എന്തായാലും സ്റ്റെപ്പ് കയറി വരണം, കുഴപ്പമൊന്നുമില്ല. അതിന് മാത്രം കയറാനൊന്നുമില്ല, കുറച്ചുള്ളൂ, ഒരു 10 മിനിറ്റ് കയറാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗോളിയോറിൽ നിന്നുമുള്ള യാത്രയോടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയുള്ള കാഴ്ചകൾ അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.